കോളേജിലെ പൂക്കള മത്സരത്തിനെ ഞങ്ങളുടെ ക്ലാസ്സിനായിരുന്നു ഫസ്റ്റ്. നീ പൂക്കളിടാൻ കൂടി കാണത്തില്ല, അതാ സമ്മാനം കിട്ടിയത്. അയ്യടാ, തിരുവോണായിട്ടെ ഒരു ഇച്ചിരി നല്ല കോമഡി പറയട്ടോ സഹോദരി. ഓ എടി, അവിടെയൊക്കെ നന്നായിട്ട് ഫില്ലേ. ഇവിടെ ഈ കൊല്ലം കൂടിയല്ലേ ഉള്ളൂ അപ്പു ചേച്ചിക്ക് ഇവിടെ പൂക്കളിടാൻ പറ്റുന്നേ. അടുത്ത ഓണം സൊനാലിയിലായിരിക്കില്ലേ? അതോർക്കുമ്പോ വിഷമമില്ലാതില്ല. ആമിയുടെ കൂടെ അല്ലാതെ ഞാൻ ഇതുവരെ ഓണം ആഘോഷിച്ചിട്ടില്ല. ആമിയുടെ മനസ്സിലും അതൊക്കെ ഓർത്തുള്ള വിഷമം തന്നെയാ. കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞെന്നറിയോ? ബാലുവേട്ടന്റെ അറസ്റ്റ് കാരണം ഈ കൊല്ലം ഓണമൊന്നും ആഘോഷിക്കുന്നില്ലാന്ന്. പക്ഷേ അപ്പൂന് ഈ കൊല്ലം കൂടിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഓണം നന്നായിട്ട് ആഘോഷിക്കണമെന്ന് ആമി പറഞ്ഞത്. പാവം എന്റെ ആമി. മധു എവിടെ? അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ഏറ്റെന്ന് പറഞ്ഞിട്ട് ആളിനെ കാണാനില്ല. വാട്ടർ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അതെ, ഞാനേ പൈപ്പിലെ വെള്ളമുണ്ടോന്ന് നോക്കുമായിരുന്നു ആമി. അടുക്കളയിൽ സഹായിക്കാന്ന് പറഞ്ഞതൊക്കെ മധു മറന്നുപോയോ? തേങ്ങയൊന്ന് പൊട്ടിച്ചെന്നേ. വന്നേ. എപ്പ പൊട്ടിച്ചു ചോദിച്ചാ പോരെ? വന്നേ. ഇങ്ങനെ പൊട്ടിച്ചാലോ? ശരിയാകത്തില്ല. ഇങ്ങനെ പൊട്ടിച്ചാലോ? ഇതൊന്നും ശരിയാകത്തില്ല. ഇതാണ് അതിന്റെ കറക്റ്റ്. ഞാനേ ഈ തേങ്ങാ മർമറിയുന്ന ആളായതുകൊണ്ട് എല്ലാവരെയും പോലെ എനിക്ക് പൊട്ടിക്കാൻ നോക്കുവോ? എന്റെ പൊന്നോ, ഓ അടിപൊളിയായിട്ടുണ്ട്. ഏത് വെളിച്ചപ്പാട് കണ്ടാലും കൊള്ളാന്ന് പറയും. എടി പോയ തിരുവോണമായിട്ട് എന്റെ വായിരിക്കുന്ന നീ കേക്കല്ലേ? അല്ല, സൊണാലിന്ന് എല്ലാരും കൂടി ഇങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങ എത്തിയില്ലല്ലോ. വരുവടി. ദേ അവര് വന്നല്ലോ. ആമി, ദേ അവരൊക്കെ എത്തി. ഇവിടെ ഒരാളെ കണ്ണില് നല്ലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുവായിരുന്നു. എടി മതി. മമ്മി, കുഞ്ഞ, പൂജമോളെ വാ അകത്തോട്ട്. അപ്പോഴും നമ്മളെ തഴഞ്ഞല്ലേ? ഓ, സിദ്ധുമോ വിരുന്നുകാരനല്ലോ, വീട്ടുകാരനല്ലേ, അതുകൊണ്ടാ പ്രത്യേകം ക്ഷണിക്കാത്തല്ലേ മോളെ. വാ അകത്തോട്ട് പോ. വാ. കൊള്ളാലോ. പൂക്കളം നമ്മുടെ സൃഷ്ടിയായിരിക്കും. അല്ല, ഞങ്ങളെ രണ്ടുപേരുടെയും കൂടി. താങ്ക് യു. എത്തിയോ? പപ്പ വന്നില്ലേ? അതെ, പപ്പ എവിടെ പോയി? വരും മോളെ. പിന്നെന്താ ഒരുമിച്ച് വരാതിരുന്നേ? ഇനി എന്തെങ്കിലും പിണക്കോ പരിഭവോ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ? ഏയ്, അങ്ങനൊന്നുമില്ല. വരാന്ന് പറഞ്ഞിട്ടുണ്ട്. സുന്ദരേട്ടനുണ്ട്, അവര് രണ്ടുപേരും കൂടി ഇങ്ങ് വരും. മോളൊന്നുകൂടെ വിളിച്ചു നോക്കിയേ. വേണ്ട മോളെ. ഊണിനല്ലേ ഇടുമ്പോഴത്തേക്കും പപ്പ ഇങ്ങെത്തും. എല്ലാരും പോയ സ്ഥിതിക്ക്
നമ്മളും കൽത്തോട്ടത്തിൽ വരെ പോകുന്നതല്ലേ ചേട്ടാ ഈ മര്യാദ? ഓണമല്ലേ? എനിക്കൊന്നിലും ശ്രദ്ധ ഉറപ്പിക്കാൻ കഴിയുന്നില്ല സുന്ദര. മനസ്സിന്റെ പിരിമുറുക്കം കൂടി വരികയാ. 21-ാം തീയതിക്ക് മുൻപ് എന്തെങ്കിലും ചെയ്തിരിക്കണം. കൊട്ടേഷൻ കൊടുത്ത് നമുക്ക് ആ പെണ്ണിനെ അങ്ങ് തീർത്താലോ? അതിലെനിക്കത്ര വിശ്വാസം പോരാ. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ ചെയ്യണം. അതിനുള്ള ചാൻസ് ഒത്തുകിട്ടണ്ടേ? ഓണസദ്യയിൽ വിഷം ചേർത്ത് അപർണയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മുന്നിലിറങ്ങുമായിരുന്നു. ചേട്ടായി, ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. തോൽക്കാൻ മനസ്സിലെ സേതുപതിക്ക്. പപ്പ എന്താ ഇതുവരെ വരാത്തെ? പായസത്തിന്റെ ജോലി കൂടി ബാക്കിയുണ്ടായിരുന്നു, അതും കഴിഞ്ഞു. അപ്പുമോൾ അടുക്കളയിൽ സഹായിക്കുവോ? ആ അതെ, രാവിലെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അടുക്കള ജോലി ഒട്ടുമിക്കതും ചെയ്യും. പാചകം മിക്കവാറും എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൊണ്ടുപോയി അടുക്കളയിലെ പണി എടുപ്പിക്കുകയും മറ്റും ഇല്ല കേട്ടോ. അതോർത്ത് ആമി പേടിക്കണ്ട. ആ പേടി എനിക്കില്ല കുഞ്ഞ. എന്നെക്കാൾ ഒരു പടി മുന്നിൽ നിന്ന് മമ്മി അവളെ സ്നേഹിക്കുന്ന എനിക്ക് ഉറപ്പാ. ആ വിശ്വാസത്തിന് കോട്ടം വരില്ലെന്ന് ഞാൻ ഉറപ്പു തരാം. മമ്മീന്ന് വെച്ചാ അപ്പൂന് ഭയങ്കര ജീവന. പ്രഭ ഇല്ലാത്തോണ്ട് ഒരു ഓളവും ഇല്ല. തിരുവോണം പ്രഭയ്ക്ക് അവരുടെ തറവാട്ടില്ല. പണ്ടേ അങ്ങനെയാ. ഇപ്പോഴാണെങ്കി പ്രഭയ്ക്ക് ഒരു മുത്തശ്ശിയുണ്ട്, വയ്യാതെ കിടക്കുക. അതുകൊണ്ടാ. എനിക്ക് പിന്നെ ഓണവും വിഷുവും എല്ലാം ഇവിടെ തന്നെയാ. ഈ വീട് വിട്ടേ ഒരു ജീവിതം ഇല്ലെന്ന് പറയുന്നതാ ശരി. ബാലുവിന്റെ അച്ഛൻ മരിച്ച ശേഷം വർഷങ്ങളോളം ഞാൻ ഈ ഗേറ്റ് വിട്ട് പുറത്തു പോയിട്ടില്ല. അന്ന് ആകെയുള്ള ആശ്വാസം ബാലുവായിരുന്നു. അവൻ ചെറിയ കുട്ടിയല്ലേ. ബാലുവിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുക, എന്താ ഇപ്പോഴത്തെ അവസ്ഥ? 2 ദിവസം മുമ്പ് വക്കീൽ ഇവിടെ വന്നിരുന്നു. ജാമ്യം കിട്ടുമെന്നാ പറഞ്ഞത്. പിന്നെ വക്കീൽ വിളിച്ചില്ല. ഇനി ബാലുവിന്റെ കാര്യം ഓർത്തിട്ടാണോ പപ്പ ഇങ്ങോട്ട് വരാൻ മടിക്കുന്നത്? ഏയ്, അതൊന്നുമല്ല. നേരത്തെ ഇവിടെ വന്നിരുന്ന് മുഷിയുണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കല്യാണത്തിന്റെ കാര്യത്തെ പപ്പ എതിർത്ത് നിന്നപ്പോ ഞാനും വല്ലാതെ വിഷമിച്ചു പോയി. ചേട്ടന് പിന്നീട് തോന്നിക്കാണും പിടിച്ച മുയലിന് കൊമ്പില്ലാന്ന്. അതാ ഒത്തീർപ്പമായിട്ട് വന്നത്. എനിക്കിപ്പോ ഒരു സമാധാനമുള്ളത് എന്താണെന്നറിയോ? എനിക്ക് പകരം അവിടെ മമ്മിയുണ്ട്. ഇവിടെ ഇല്ലാത്തൊരാള് കൂടി സൊനാലിയിലുണ്ട് അവൾക്ക്. പപ്പ. അച്ഛന്റെ സ്നേഹവും വാത്സല്യവും അനുഭവിക്കാൻ അപ്പൂന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള സമയത്ത് ആ കുറവ് നികത്തും സിദ്ധുവിന്റെ പപ്പ. അതൊരു വലിയ ആശ്വാസമാ. പിന്നെ സിദ്ധുവിന്റെ മമ്മിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും അപ്പൂനെ ഇങ്ങോട്ടേക്ക് അയക്കണം. അതിലേറെ സമയം എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല. സത്യത്തിൽ അപ്പു ഇല്ലാതെ ഞാനിവിടെ എങ്ങനെ കഴിയുമെന്ന് എനിക്ക് നിശ്ചയമില്ല. അതിനെന്താ, മോൾക്ക് എപ്പ വേണേലും ആമിയെ വന്ന് കാണാലോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, ആമിയും സൊണാലിയിലേക്ക് പോര്. നമുക്ക് അവിടെ കൂടാം. ഞാനും അത് പറയാൻ തുടങ്ങുമായിരുന്നു ഏടത്തി. ആമി വാന്നേ. അതെന്തായാലും ഇല്ല. ബാലുവിന്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണാ ഇത്. ഇവിടം വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. എന്റെ ഓണവും വിഷുവും എല്ലാം ഈ വീട്ടിൽ തന്നെയാ. അല്ലെങ്കിലും എന്റെ സന്തോഷമല്ല, എനിക്ക് വലുത് എന്റെ അപ്പൂന്റെ സന്തോഷമാ. അത് കണ്ടാ മതി എനിക്ക്. അത് മാത്രം മതി. ആമിയുടെ ഓണം അതാ. ആ 10 10 10 10. സ്മൈൽ. ബാ, ഇനി നമുക്കൊരു സെൽഫി എടുക്കാം. അതെ, മാഷ് ഓണം കൂടാൻ വന്നാണോ അതോ ഫോട്ടോ എടുക്കാനും എന്റെ അടുത്ത് എങ്ങനെ കൊഞ്ചാനും കൊഴയാനും വന്നതാണോ? അതെ, ഈ ഓണത്തിനല്ലേ ഇങ്ങനെയൊക്കെ പറ്റൂ. അതെന്താ, അടുത്ത ഓണം ആവുമ്പോഴേക്കും നാട് വിട്ടു പോകാൻ വല്ല പ്ലാനും ഉണ്ടോ? അതല്ലടോ, ഈ കല്യാണത്തിന് മുമ്പ് നമുക്കിനി ഓണം കിട്ടില്ലല്ലോ. കിട്ടുമോ?
വിവാഹത്തിന് മുമ്പുള്ള ഓണവും വിവാഹത്തിന് ശേഷമുള്ള ഓണവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അടുത്തൊരു ഓണം ആവുമ്പോഴത്തേക്കും നമുക്കൊരു കുഞ്ഞുകുട്ടി പരാധീനമൊക്കെ ആവില്ലേ? എങ്ങനെ 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 അല്ല, എന്താ പറഞ്ഞ്? ഈ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ ആവൂലോ? ആ അതെ, ഇതിപ്പോ പല തവണയായിട്ട് പറയുന്നുണ്ടല്ലോ. കാര്യമൊക്കെ ശരിയാ. ഒരു 3 വർഷത്തേക്ക് കുട്ടി എന്നൊരു വാക്കിനി മിണ്ടിപ്പോയി. ഓക്കെ, എന്നാ ബേബി എന്ന് പറയാം. പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു 3 വർഷം കഴിഞ്ഞ് മതി സിദ്ധുവേട്ടാ കുഞ്ഞുങ്ങള്. അപ്പോഴേക്കും നമ്മുടേതായ ഒരു ജീവിതം ഉണ്ടാവണം. സൊനാലി ഫാബു ആയിട്ട് ഇങ്ങനെ അങ്ങ് ഒതുങ്ങി കൂടിയാലൊന്നും പോരാ. ഇപ്പോ ഫാമിലി ബിസിനസ്മാൻ എന്ന ലേബല്ല സിദ്ധുവേട്ടന് അറിയപ്പെടുന്നത്. കെയർ ഓഫുകളൊക്കെ ഒരു പരിധി വരെ ആവാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടേതായ ഒരു അഡ്രസ് വേണം. നമ്മുടെ പേരിൽ നമ്മുടെ പേരൻസ് അറിയപ്പെടണം. സേതുപതി നാരായണന്റെ മകൻ സിദ്ധാർത്ഥ് എന്ന് പറയുന്നവര് നാളെ പപ്പയെ കാണുമ്പോ അതാ ബിസിനസ് മാഗ്നറ്റ് സിദ്ധാർത്ഥ് നാരായണന്റെ ഫാദർ സേതുപതി എന്ന് അഭിമാനത്തോടെ പറയണം. നീ ഭയങ്കര മെച്ചൂർഡ് ആയിട്ട് സംസാരിക്കണ്ടല്ലോ. ഇത്തരം പക്വതയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വെറും വായാടി പെണ്ണാന്ന് വിചാരിച്ചോ? പപ്പ സ്വപ്നം കണ്ട ഉയരങ്ങളിലേക്ക് സിദ്ധേട്ടന് എത്താൻ തോന്നുന്നുണ്ടോ? പപ്പയുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ മാത്രമല്ല എന്റെ ലക്ഷ്യം. എനിക്ക് എന്റേതായ സ്വപ്നങ്ങളില്ലേ? ബിസിനസ്സിലെ ഉയരങ്ങളിലേക്കാളും ഞാൻ സ്വപ്നം കണ്ടത് ഉയരങ്ങളിലേക്കുള്ള യാത്രയാണ്. ഓഫ് റോഡ്. അതിന്റെ ഒരു ത്രില്ല് എന്നെ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ട്. കുന്നുനിറയിലൂടെ വണ്ടി ഓടിച്ചുള്ളൊരു യാത്ര, ആ ഫീൽഡിലെ സൗഹൃദങ്ങൾ. കൂട്ടത്തില് തനുശ്രീ അല്ലേ? ഇപ്പൊ എന്തിനാ അയാളുടെ പേര് പറയുന്നത്? അതെന്താ ഫീൽ ചെയ്തോ? നമുക്ക് ആ ടോപ്പിക്ക് വിടാം. അതെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നെക്സ്റ്റ് ഓണം ആഘോഷിക്കുന്നത് നമ്മൾ രണ്ടുപേരും മാത്രമായിരിക്കില്ലാന്ന്. അതങ്ങേ മനസ്സിൽ വെച്ചാ മതി. only after 3 years. അത് കഴിഞ്ഞ് മാത്രമേ ആ മോഹം പൂവണിയുള്ളൂ മോനെ. അതെ, ചുമ്മാ അങ്ങ് വാശി പിടിപ്പിക്കല്ലേ. കെട്ട് കഴിഞ്ഞ് 10 മാസം കഴിയുമ്പോ പൂവണിന്ന് കാണണം. കാണണം. കാണാം. ഇവിടെ ചെറിയൊരു തർക്കം. നിങ്ങൾ പ്രായപൂർത്തിയായവരായതുകൊണ്ട് ഇതിനൊരു തീർപ്പുണ്ടാക്കി തരണം. ഇവരും കൂടെ അറിയട്ടെ. കണ്ണ് തെറ്റിയപ്പോഴേക്കും രണ്ടും കൂടി ഇതിന്റെ അകത്തേക്ക് അങ്ങ് കേറിയല്ലേ? 21-ാം തീയതി വരെ ഒന്ന് സഹിച്ചൂടെ സാറേ? അതെ, ഈ 21-ാം തീയതി വരെ ഞാൻ സഹിക്കുള്ളെന്നാണ് പറഞ്ഞത്. അടുത്ത വർഷം ഓണത്തിന് എന്തോ ഉണ്ടല്ലോ അടുത്ത വർഷം ഓണത്തിന് ഒരു കുഞ്ഞു കാര്യം. അപ്പോഴപ്പോഴേ റൊമാൻസ് ഒക്കെ ഇങ്ങോട്ട് വന്ന് ഇനി പൊതുവായൊരു മീറ്റിംഗാ അപ്പുറത്തേക്ക് വിളിക്കുന്നുണ്ട്. നിങ്ങൾ കാര്യം. പിന്നെ ഇന്നോ ലേശം ഔഷധായാലോ? ഔഷധോ? അപ്പിറ്റൈസറേ. സ്വദേശിയോ വിദേശിയോ എന്താണെന്ന് വെച്ചാണ്ട് ഓരോന്ന് പിടിപ്പിക്കല്ലേ. വേണ്ട, ഇവിടെ ഫോർമാലിറ്റിയുടെ ഒരു ആവശ്യമില്ല. ഓണല്ലേ. അതുകൊണ്ടല്ല, വേണ്ട. ശരി. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുണ്ടോ ചെറുപ്പക്കാര്? ഓ കഷ്ടം. ദേ, ഇല ഇടുന്നതിന് മുമ്പ് കുറച്ചുകൂടെ സമയമുണ്ട്. സിദ്ധുവിന്റെ പപ്പ വരാനും ഉണ്ട്. അതിനിടയിലേ നമുക്ക് പിള്ളേരുടെ വക എന്തെങ്കിലും പ്രോഗ്രാംസ് നടത്തിയാലോ? എന്നാ പിന്നെ തിരുവാതിര ആയിക്കോട്ടെ. എനിക്കും സിദ്ധുവിനും തിരുവാതിര കളിക്കാൻ പറ്റത്തില്ലല്ലോ സുജാതേ. പിള്ളേരോ അച്ഛനോ? പറഞ്ഞു ശരിയാ. എല്ലാവർക്കും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം മതി. നമുക്ക് അന്താക്ഷരി കളിച്ചാലോ? അതെ, നമുക്കൊരു പാട്ട് മത്സരമായാലോ? ഞാനേ അരിമുരളീരവത്തിലെ ഒരു പിടി പിടിച്ചാലോ? അയ്യോ എന്റെ പൊന്നച്ചാ ചതിക്കല്ലേ. അച്ഛൻ പാടിയ ഓണം ദുഃഖവെള്ളിയായി പോവും. മമ്മി പറ എന്ത് വേണോന്ന്.
എന്തായാലും ഞാൻ കാഴ്ചക്കാരിയായി വരണം. ഇല്ല, അത് പറ്റത്തില്ല. ഇന്നത്തെ ദിവസം എന്തായാലും കളത്തിലിറങ്ങിയേ പറ്റൂ. അതെ, നമുക്കെല്ലാവർക്കും കൂടെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഞാൻ പറയാം. വടംവലി. യെസ്, വടംവലിയാവാം. വിവാഹിതരും അവിവാഹിതരും തമ്മിൽ ഒരു മത്സരം. പക്ഷേ അന്നേരം 2 ടീം ഫോം ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ 2 ഫാമിലി ഇല്ലേ, നമുക്ക് 2 ടീം ആയാലോ? ആ, അത് നല്ല ഐഡിയ. കൽത്തോട്ടത്തിൽ ടീം ആൻഡ് സോനാലി ടീം. ഓക്കെ, സൊണാലി ടീം തോറ്റ് തൊപ്പിയിരുന്ന് നമുക്ക് കാണാം. അയ്യടാ, അതെ, കൽത്തോട്ടത്തിൽ എല്ലാവർക്കും കൂടെ വെക്കാൻ പറ്റുന്ന തൊപ്പിക്ക് ഓർഡർ കൊടുക്കുന്നത് നല്ല കേട്ടോ. എങ്കിൽ അതൊന്ന് കാണണല്ലോ. എന്നാ വടംവലി അങ്ങ് ഫിക്സ് ചെയ്യാം. എന്താ? നിക്ക് ഞാനേ സുന്ദരേട്ടനെ ഒന്ന് വിളിക്കട്ടെ. പുള്ളിക്കാരൻ വലിയ വടംവലിക്കാരനാ. ആ അതെ, പപ്പയും കൂട്ടി പെട്ടെന്ന് ഇങ്ങ് വരാൻ പറ. ഇവിടെ വടംവലി സെറ്റാ. ആ സുജാതേ, നിങ്ങൾ ഇറങ്ങിയില്ലേ? ഇല്ല, ഇറങ്ങിയില്ല. ചേട്ടനും അനിയനും കൂടെ അവിടെ എന്തെടുക്കുക? കള്ളുകൂടിയാണോ? ദൈവം സത്യമായിട്ട് ഒരു തുള്ളി പോലും തൊട്ടില്ല. പിന്നെന്താ? എന്താ സുജാതെ? അവരിതുവരെ ഇറങ്ങിയില്ല. അന്ന് ആ ഫോണിങ് തന്നെ. ഹലോ ആ ചേട്ടത്തി, പപ്പ ഇതെന്ത് പണിയായി കാണിക്കുന്നേ? ഇവിടെ എല്ലാരും ചേർന്ന് ഓണം കൂടാൻ സപ്പോർട്ട് ചെയ്തത് പപ്പയാ. ഒന്ന് വിളിച്ചോണ്ട് വേഗം വന്നേ, ഞാൻ സുജാതയ്ക്ക് കൊടുക്കാം. അതെ, ഇവിടെ വടംവലി തുടങ്ങാൻ പോവാ. ആണോ? ആ, സൊണാലിയും കൽത്തോട്ടത്തിക്കാരും 2 ടീം. പെട്ടെന്ന് 2 പേരും കൂടി ഇങ്ങ് വാ. ചേട്ടായി, സുജാതയെ വിളിച്ചത്. നമ്മളങ്ങോട്ട് ചെല്ലുന്നില്ലയോ ഒന്ന്? അവിടെ എല്ലാവരും അന്വേഷിക്കുന്നത്രേ. പോകുന്നില്ലെന്ന് തീരുമാനിച്ചല്ലേ? വടംവലി മത്സരമൊക്കെ ഉണ്ടെന്ന്. നടക്കട്ടെ. എന്ത് മത്സരം? വടംവലി. സുന്ദര, നീ പോകണം കൽത്തോട്ടത്തിലേക്ക്. എന്താ ചേട്ടായി? വടംവലിയിൽ അപർണ പങ്കെടുക്കാതിരിക്കില്ല. മുന്നിൽ ചാടിയിറങ്ങും. നീയും അതിന്റെ കൂട്ടത്തിലുണ്ടാവണം. ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും തള്ളി വീഴ്ത്തണം. ഓ, കയ്യിൽ നിന്ന് വടത്തിന് പിടിവിട്ടിട്ടായാലും കുതികാൽ വെച്ചിട്ടായാലും അവളെ തറപറ്റിക്കണം. നടുവൊടിഞ്ഞ് അവൾ ആശുപത്രിയിലാവണം. കല്യാണം മുടങ്ങണം. പെട്ടെന്ന് പോ. എന്താ ഇത്? എന്തടി അച്ഛന്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമ്മതിദായകരെ, കൽത്തോട്ടത്തിലും സൊനാലിയും തമ്മിലുള്ള വാശിയേറിയ വടംവലി മത്സരം അല്പനിമിഷത്തിനകം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ മത്സരത്തിന്റെ റഫറിയായി നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ ബഹുമാനപ്പെട്ട എന്നെ തന്നെ ഞാൻ സവിനയം ക്ഷണിക്കുകയാണ്. അപ്പോ സൊനാലിയും കൽത്തോട്ടവും വടത്തിനിരുവശവുമായി അണി നിരന്നാട്ടെ. അപ്പു ചേച്ചി സിദ്ധുവേട്ടന് ടീം ക്യാപ്റ്റന്മാര്. അത് പിന്നെ സംശയമുണ്ട്. ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ ജീവിതത്തിൽ വടംവലി തുടങ്ങാൻ പോകുന്നവരാ. ഞാൻ മാറി നിന്ന് കണ്ടോളാം. ഞാനും മാറി നിൽക്കാം. അതൊന്നും പറ്റില്ല. നിങ്ങൾ 2 പേരും ഇറങ്ങണം. വേണ്ട മോളെ. എന്താ മമ്മി ഇത്? ഓണമല്ലേ, ഒന്ന് കൂടെ നിന്ന് തന്നാ മതി. ഓക്കെ, കേട്ടല്ലോ? അല്ല, സമ്മാനം എന്താണെന്ന് പറഞ്ഞില്ല. ജയിക്കുന്ന ടീമിന് എന്ത് കിട്ടും? സൊനാലി ടീം ജയിച്ചാൽ 1001 രൂപ എന്റെ കയ്യിൽ തരണം. യെസ്. കൽത്തോട്ടത്തിൽ ജയിച്ചാൽ എന്റെ കയ്യിൽ 1001 രൂപ തരണം. അത് കൊള്ളാമല്ലോ. അപ്പൊ തുടങ്ങല്ലേ? മമ്മി ആ വടത്തെ പിടിച്ച് സോനാലിയുടെ അഭിമാനം കാക്കാനുള്ള എടുക്ക്. പൂജ. എന്നാലേ വാ അമ്മേ, വാ. എല്ലാവരും എടുത്തോളൂ. പിടിച്ചോ. അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? അതെ, തോറ്റ് തൊപ്പിയിടാൻ റെഡി ആയിക്കോ. കാണാം. കാണാം.
അപ്പൊ ഗെറ്റ് റെഡി. പിടിച്ചോ ടൈറ്റ് ചെയ്തോ, ബട്ടൺ ടൈറ്റ് ചെയ്തോ, പിടിച്ചോ. ഓക്കേ, സ്റ്റാർട്ട് ചെയ്യാ. ഞാനും ഉണ്ട്. സുന്ദരനാരായണന് വെൽക്കം. കൊച്ച ഓടി വന്ന് നമുക്ക് ഈ കൽത്തോട്ടത്തി ടീമിനെ തറ പറ്റിക്കാം. വാ. പിന്നെ അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. തറ പറ്റാൻ പോകുന്നതേ നിങ്ങൾ സൊനാലി ടീമാ. തറ പറ്റാൻ പോകുന്നത് നീയാണടി, നോക്കിക്കോ.